കുറിച്ച് പറഞ്ഞതിന് ശേഷം ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ജിതിൻ സൂചിപ്പിക്കും. ഞാൻ സൂചിപ്പിച്ചു, ഒരു വലിയ അട്ടിമറിയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയുമാണ് ESI ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലുണ്ടായത്. കേന്ദ്ര സർക്കാർ എല്ലാവിധ സംവിധാനത്തോടു കൂടി അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ കഴിഞ്ഞ ആഴ്ച ഡീൻ എന്ന പേരിൽ നിയമിച്ചു. ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഈ വർഷം തന്നെ വിദ്യാർത്ഥികൾക്ക് 50 സീറ്റ് അനുവദിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങണം എന്നുള്ള നിലയിൽ 200 ബെഡുകൾ അനുവദിച്ചുകൊണ്ട് എന്ന തീരുമാനത്തെയാണ് അട്ടിമറിക്കപ്പെട്ടത്. ESIയുടെ തൊഴിലാളികൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, സാധാരണക്കാരായ കേരളത്തിൽ മാത്രം 8 ലക്ഷത്തിലധികം ആൾക്കാർ ESI പരിധിയിൽപ്പെടുന്നവരുണ്ട്. അവരുടെ കുടുംബവും കൂടി നോക്കുന്ന സമയത്ത് 30 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ESIയുമായി ബന്ധപ്പെട്ട് പരോക്ഷമായി അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ സീറ്റുകളുടെ കാര്യം വരുന്ന സമയത്ത് നമുക്ക് ESI മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾ 20% സീറ്റ് അവർക്കുള്ള സംവരണമാണ്. അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. ഇതിനെതിരെ ഒരു വ്യാപകമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, ഭാരതീയ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നൊക്കെ അനുദിനമുണ്ടാകും. ഇന്ന് അതിൻ്റെ ഒരു പ്രത്യക്ഷ സമരം എന്നുള്ള നിലയിൽ കൊല്ലം ജില്ലയുടെ DMIയെ ഉപരോധിച്ചുകൊണ്ട് യുവമോർച്ച അതിൻ്റെ സമരത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് ജില്ലയിലാകമാനം ഈ പ്രതിഷേധം വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ്, ഈ മെഡിക്കൽ കോളേജ് ഇവിടെ അനിവാര്യമാണ് എന്നുള്ള നിലയിൽ എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ് അവർ കൊടുക്കേണ്ടിയിരുന്നത്. അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നിട്ട് പോലും അത് നീട്ടിക്കൊടുക്കുകയുണ്ടായി. ഇന്നലെ ആ ദിവസം അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന ആവശ്യമാണ് BJP ഈ അവസരത്തിൽ ഉന്നയിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ശക്തമായ പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്.